അതാണ് ചേച്ചി, ഇത് കേരളമല്ലേ, ഇവിടെ ആരും ആരുടെയും വാങ്ങ് കൊടുക്കത്തില്ല. നമ്മൾ കുടുംബത്തിലാണ് ചെയ്തേക്കുന്നത്. ഒറ്റ കാര്യം, ഈ സിനിമയുടെ പുറകിൽ വലിയൊരു ക്രൂ ഉണ്ട്. ഇതെല്ലാവരും ഒരു നമ്മുടെ ഡെബ്യൂട്ടഡ് മ്യൂസിക് ഡയറക്ടറാണ് സനൽ, ഫസ്റ്റ് പടമാണ്. സാഗർ നമ്മുടെ എഡിറ്ററാണ്. ഒരു വലിയ ടീം, വലിയൊരു ഡയറക്ഷൻ ടീമിന്റെ എഫേർട്ടാണ്, ഒരുപാട് പേരുടെ എഫേർട്ടാണ്. അത് സ്ക്രീനിൽ വന്നു എന്ന് വിശ്വസിക്കുന്നു. അല്ല, നിങ്ങൾ ചെറിയ സിനിമ എന്ന് പറഞ്ഞ വലിയ സിനിമയാണ്. ഇനി ഒരുപാട് സ്ക്രീനിൽ നമ്മൾ 100 days ഉറപ്പായിട്ട് ഇത് ഹിറ്റ് അടിക്കുമെന്ന് ഉറപ്പാണ്. നല്ല രീതിയിൽ വരട്ടെ. എല്ലാവരുടെയും ഒരു ശ്രമഫലമാണ് ഈ ഒരു സിനിമ ഉണ്ടാകാൻ സാധിച്ചത്. ഈ പടത്തിന്റെ ഡയറക്ഷൻ ടീം, പ്രത്യേകിച്ച് ഇതിന്റെ അസോസിയേറ്റ് നവനീത്, രാജേഷ് അട്ടൻ, ശുഭോട്ടൻ, ഒരുപാട് പേരുണ്ട്. ഞങ്ങൾ അവരെ റെപ്രസെന്റ് ചെയ്യുന്ന മാത്രമേ ഉള്ളൂ. എല്ലാവരും കൂട്ടായ്മയാണ് ഈ സിനിമ, ഒരുപാട് പേരുടെ കൂട്ടായ്മയാണ്. താങ്ക് യു. പിന്നെ പറ, തീർച്ചയായും ഈ സിനിമയുടെ തുടക്കം തൊട്ട് പ്രൊഡ്യൂസർ എന്ന നിലയിൽ ലിസ്റ്റിൽ ഷിബ എന്ന് പറഞ്ഞ ഒരാളുടെ ധൈര്യമാണ് ഞങ്ങളെ രണ്ടുപേരെയും ഈ സിനിമയിലേക്ക് തുടക്കത്തിന് സഹായിച്ചത്. ദിലീപേട്ടൻ വന്നതോടെ ആ സിനിമ സംഭവിച്ചു. വളരെ നല്ല രീതിയിൽ ചെയ്യാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് എല്ലാവർക്കും കണ്ടതിന് ഇഷ്ടപ്പെട്ടതിലും വളരെയധികം സന്തോഷം. എല്ലാവർക്കും ഇഷ്ടപ്പെടും, സൂപ്പർ ആയിട്ടുണ്ട്. കൂടെ നിന്ന എല്ലാവർക്കും നന്ദി ബ്രോ. കൂടെ നിന്ന കൂട്ടായ്മയാണ് ഈ സിനിമ. എല്ലാവരും നമ്മൾ തിയേറ്ററിൽ എല്ലാവരും വിളിച്ചിട്ട് ലിസ്റ്റ് ചെയ്യാൻ പടം നല്ല നന്നായിട്ടുണ്ട്, പേടിക്കേണ്ട ഒന്നുമില്ല, നന്നായിട്ട് പോകുമ്പോൾ ടെൻഷനൊന്നും അടിക്കേണ്ട എന്നുള്ളൊരു സാധനം. സിനിമ വരുമ്പോൾ നമുക്ക് ഇപ്പോഴും അങ്ങനെയാണല്ലോ, ഓരോ സിനിമ ഇറങ്ങുമ്പോഴും ഒരു പ്രൊഡ്യൂസറെ സംബന്ധിച്ച് അതിൻ്റെതായ ചെറിയ ചെറിയ ടെൻഷൻസ് കാര്യങ്ങളെല്ലാം ഉണ്ടാവും. അതൊന്ന് ഇറങ്ങി തിയേറ്ററിൽ ഫുള്ളാകുന്നവരെ ഉള്ള ഒരു സമയമുണ്ടല്ലോ. അപ്പോൾ നമുക്കൊരു ഫുൾ ആക്ഷൻ പാക്ഡ് സിനിമയാണെങ്കിൽ ഫസ്റ്റ് ഡേ ഭയങ്കര ഹൗസ്ഫുള്ളായിട്ട് അല്ലെങ്കിൽ ഭയങ്കര ഷോ ഹെവി ബുക്കിംഗ് ആയിട്ടൊക്കെ വരാൻ പറ്റും. നമുക്ക് വേണമെങ്കിലും പബ്ലിസിറ്റി അങ്ങനെ ഒരു ഹെവി മോഡലിൽ പബ്ലിസിറ്റി നമുക്ക് ചെയ്യാൻ പറ്റും. ഇത് അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. ഞങ്ങൾ ആദ്യം മുതൽ പറഞ്ഞിട്ടുണ്ട്, ഇതൊരു ഫാമിലി പിക്ചറാണ്, ഒരു കൊച്ചു സിനിമയാണ്. ജനപ്രിയ നായകൻ എന്നാണ് ദിലീപേട്ടനെ ടൈറ്റിൽ കൊടുത്തേക്കുന്നത്. അപ്പോൾ അതുകൊണ്ടിട്ട് ജനങ്ങളുടെ ഇടയിൽ പുള്ളിക്കൊരു കുടുംബചിത്രം വേണം എന്നുള്ളത് കൊണ്ടിട്ടാണ് ഈ സിനിമ 150ാമത്തെ ചിത്രമായിട്ട് പുള്ളി തന്നെ സെലക്ട് ചെയ്തത്. കുടുംബങ്ങൾക്കും എല്ലാവർക്കും, കൊച്ചു കുട്ടികൾ മുതൽ വലിയ ആൾക്കാർ വരെ എല്ലാവർക്കും തൃപ്തിപ്പെടുത്തുന്ന ഒരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ആരെയും നിരുത്സാഹപ്പെടുത്തില്ല. എല്ലാവരും പറഞ്ഞു പഴയ ദിലീപേട്ടനെ. തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞല്ലോ, അപ്പോൾ ഞാനൊക്കെ വളരെ ഇപ്പോൾ എനിക്കിപ്പോൾ 37-38 വയസ്സായുള്ളൂ. ഞാനൊക്കെ ദിലീപേട്ടൻ്റെ സിനിമ കണ്ടിട്ടാണ് വളർന്നേക്കുന്നത്. അപ്പോൾ ആ ദിലീപേട്ടനുമായിട്ട് അസോസിയേറ്റ് ചെയ്യുമ്പം അങ്ങനെയാണല്ലോ, നമുക്ക് നല്ല നല്ല ഓർമ്മകളാണല്ലോ ഉള്ളത്. തീർച്ചയായിട്ടും നമ്മൾ വേറൊരു സിനിമയ്ക്ക് എടുക്കുന്നതിനേക്കാൾ എഫേർട്ട് ഈ സിനിമയ്ക്ക് എടുത്തു. പുള്ളിയുടെ ഈച്ച് ആൻഡ് എവരി തിങ്, അതായത് കൊച്ചു കൊച്ചു തമാശകൾ പോലെ ഞങ്ങൾ ഇത് ചളിയാവുമോ അല്ലെങ്കിൽ അങ്ങനത്തെ ഉള്ള കൊച്ചു കൊച്ചു കാര്യങ്ങൾ പോലെ ഞങ്ങൾ ടീം വളരെയധികം ശ്രദ്ധിച്ചിട്ടാണ് ഈ സിനിമയെ കണ്ടത്. അപ്പോൾ അതുകൊണ്ടിട്ട് എല്ലാവരും വളരെയധികം ഹാപ്പിയാണ്. ഞങ്ങൾ തുടക്കം പോലെ ഈ സിനിമ ഒരു കൊച്ചു ചിത്രമെന്നാണ് പറഞ്ഞേക്കുന്നത്. കാരണം ഇതിന് കൂടുതൽ ബിൽഡപ്പ് ഒന്നും കൊടുക്കാതെ ആളുകൾ വന്ന് കണ്ട് ഇഷ്ടപ്പെടുക എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ അത് എല്ലാവരും പറയുമ്പോൾ വളരെയധികം സന്തോഷമാണ്. വലിയ ചിത്രം തന്നെയാണിത്, കണ്ടു കഴിയുമ്പോൾ വലിയ ചിത്രം തന്നെയാണ്. അങ്ങനെയാണല്ലോ വേണ്ടത്. അതായത് ഒരു വലിയ സിനിമയായിട്ട് മാറുക, എല്ലാം ഒരു 500 സീറ്റിംഗ് കപ്പാസിറ്റി ഉള്ള തിയേറ്ററിൽ 500 പേര് ഇരുന്ന് കാണുമ്പോഴാണ് ഞങ്ങൾക്ക് ഒരു സന്തോഷമുള്ളത്. സ്ക്രീനിലോട്ട് വരുമല്ലോ. ഒത്തിരി ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് വലിയ ഹൈപ്പുള്ള ഒരു പബ്ലിസിറ്റി ഈ സിനിമയ്ക്ക് കൊടുക്കാൻ പറ്റത്തില്ല. ഒരു വലിയ ഫൈറ്റൊന്നും ഈ സിനിമയ്ക്കകത്തില്ല. അങ്ങനത്തെ മാസ്സായിട്ടുള്ള ഒരു കാര്യം ഈ സിനിമയ്ക്കകത്ത് ഇല്ലാത്തത് കൊണ്ടിട്ട് നമുക്ക് ഒത്തിരി ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പോൾ ആ ലിമിറ്റേഷൻസ് എല്ലാം പാലിച്ചുകൊണ്ടിട്ടാണ് ഞങ്ങൾ തുടക്കം പോലെ ഈ സിനിമ നോക്കിക്കണ്ടത്. അപ്പോൾ ഇപ്പോൾ എല്ലാവരും പറയുന്നത് നല്ലതാണ്. ഇനി ബാക്കിയുള്ളവരും അത് പറയട്ടെ. അങ്ങനെ എല്ലാവരും പറയുമ്പോഴാണല്ലോ ഇത് മൗത്ത് ടോക്കിൽ കൂടെ മാക്സിമം ആളുകളിലേക്ക് പോയി റീച്ച് ആവുക. സൊസൈറ്റിയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഫാമിലി എൻ്റർടൈനറാണ്. സോ എല്ലാവർക്കും അമ്മ മുത്തശ്ശി വീട്ടിലുള്ള എല്ലാവരെയും കൊണ്ടുപോയി കാണാം, ധൈര്യത്തിൽ വന്ന് കാണാം. നല്ല റെസ്പോൺസ് ഉണ്ട്. ആക്ച്വലി ഓഡിയൻസ് സൈഡിൽ നിന്നുള്ള റിയാക്ഷൻ കൂടെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. സോ നിങ്ങൾ കണ്ടിട്ട് അഭിപ്രായം പറയും, ഞാൻ പറഞ്ഞാൽ ശരിയാവില്ല. ആൻഡ് യു ക്യാൻ ആസ്ക് സംവൺ എന്നോട് ശരിയാക്കണം. ഓക്കെ, താങ്ക് യു. ഇമോഷൻസും കോമഡി ആയാലെല്ലാം വർക്കായെന്ന് വിശ്വസിക്കുന്നു. ഒരുപാട് സന്തോഷമുണ്ട്. എനിക്കറിയില്ല എന്താ പറയേണ്ടത്. നല്ലൊരു ടീമിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റി. മൊത്തത്തിൽ ടെക്നിക്കൽ ടീമായാലും കൊളീഗ്സ് നമ്മളെ കൂടെ വർക്ക് ചെയ്ത ആക്ടേഴ്സ് ആയാലും പ്രൊഡക്ഷൻ കമ്പനി ആയാലും എല്ലാം ബിഗ് ബാനേഴ്സിൽ നിൽക്കുന്ന ആൾക്കാരാണ്. അവരുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയത് ഒരുപാട് സന്തോഷം. ലുക്കിംഗ് ഫോർവേഡ് ടു മോർ. ഇഷ്ടമായോ? സർപ്രൈസ് ആയില്ല. അത് അമ്മയ്ക്ക് ട്രാൻസ്ഫർ ആയപ്പോൾ പിന്നെ അമ്മയും കൂടെ പോകണ്ടേ. അല്ല, ഇത്രയും നല്ല മോളെ കിട്ടാൻ ഭാഗ്യം ചെയ്യണമല്ലേ അമ്മ? സത്യം. അപ്പോൾ ഇത്രയും നല്ല അമ്മ
ഭാഗ്യം ചെയ്യുന്നത്. പിന്നെ സന്തോഷം. അമ്മയും മോളെ നിങ്ങൾ ഏറ്റെടുത്തത് ഒരുപാട് സന്തോഷം. കറന്റ് വളരെ റെലവെന്റ് ആയിട്ടുള്ള ടോപ്പിക് എടുത്തിട്ടാണ്. നല്ല മെസ്സേജും ഉണ്ട്. എല്ലാവർക്കും ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫോമിലേക്ക് ആക്കിയിട്ടാണ് പ്രസന്റ് ചെയ്തിട്ടുള്ളത്. ഹിറ്റ് അടിക്കുമെന്ന് ഉറപ്പാണോ? ഹിറ്റ് അടിക്കുമെന്ന് ഉറപ്പാണോ?